എന്താണ് ഈ വീണുപോയ കേരളീയ സമൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തിന് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ബൗദ്ധികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ കുറച്ച് ഗുണനിലവാരമുണ്ടെന്നാണ് നാം അവകാശപ്പെട്ടത് മുൻകാലങ്ങളിൽ. എന്നുവെച്ചാൽ നമ്മുടെ മുൻകാല പത്രാധിപന്മാർ കേശവ മേനോൻ, പിന്നെ സുകുമാർ അഴീക്കോട്, അങ്ങനെയുള്ള ഒരുപാട് പ്രതിഭാശാലികളാണ് എന്ന് നാം അവകാശപ്പെടുന്ന ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ച്, ജി അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അങ്ങനെയുള്ള ആൾക്കാർ, ബക്കർ, ഇവരൊക്കെ പ്രവർത്തിച്ച് ഒരു സാംസ്കാരിക ഭൂമിക സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് സാധാ പീതാ കച്ചവടമാണ്. എനിക്കെന്ത് കിട്ടും എന്നുള്ള ആ ഒരു മാനദണ്ഡം മാത്രമേ ഇന്ന് സമൂഹത്തിലുള്ളൂ. മഹാഭൂരിപക്ഷവും അങ്ങനെയാണ്. സംസ്കാരം എന്നൊരു സാധനം പോലും ഒന്നും കേൾക്കാനില്ല. മുൻകാലങ്ങളിൽ ഒരു 10-40-30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ഗവേഷണങ്ങളെക്കുറിച്ച് നടക്കുമായിരുന്നു. കോളേജുകളൊക്കെ നല്ല നല്ല അധ്യാപകരുണ്ടായിരുന്നു. പ്രൊഫസർ എം കെ സാനു, പൊളിറ്റിക്സിൽ ഭരതൻ, ജി ശങ്കരപ്പിള്ള, അങ്ങനെ അനേക അധ്യാപകർ, സുകുമാരൻ നായർ ഫിലോസഫിയിൽ. ഇപ്പോൾ അങ്ങനെ കേൾവി കേട്ട അധ്യാപകരൊന്നുമില്ല. കെ പി അപ്പൻ ഉൾപ്പെടെയുള്ള അങ്ങനെ ആൾക്കാർ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഉള്ളതെല്ലാം ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയും ഗവൺമെൻറ്റിന് ദാസ്യപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടും നടക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. കോളേജുകളൊക്കെ ഏതാണ്ടൊരു കളച്ചന്തകളുടെ അവസ്ഥയിലാണ്. ഈ കോളേജുകളൊന്നും ഇല്ലയെന്ന് വെച്ച് വലിയ അപകടമൊന്നും ഇപ്പോൾ ഉണ്ടായില്ല എന്ന് തോന്നുന്നു. കുറച്ച് ക്രിമിനൽസ് ഒഴിവായി പോകുന്നു മാത്രം. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേഡർ, 2 തരത്തിലുള്ള കേഡർ പാർട്ടികളും മതങ്ങളും എല്ലാം കൂടി നമ്മളെ അങ്ങനെ ആക്കിയതാണ്, ആക്കിയതാണ്. മതങ്ങൾക്ക് മുൻപില്ലാത്തൊരു പ്രാധാന്യം ഇന്ന് സമൂഹത്തിലുണ്ട്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് മതങ്ങളുടെ അധികാരികളുടെ വാക്കുകൾ കൂടി വെച്ചുകൊണ്ടാണ്. ഒരു ഇലക്ഷൻ വന്നാൽ നേതാക്കൾ സമീപിക്കുന്നത് പൊതുജനത്തെയല്ല, ആദ്യം ഈ മതത്തിൻ്റെ അധികാരികളെയാണ്. മതം എന്നത് ലോക കാപട്യമാണെന്നുള്ള കാര്യം മലയാളിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.